തിരുവനന്തപുരത്ത് നിന്നും കള്ളവോട്ടാരോപണവുമായ വാർത്തകൾ വരികയാണ്. സെൻട്രൽ മണ്ഡലത്തിലാണ് കള്ളവോട്ട് സംബന്ധിച്ച് പരാതി ഉയർന്നിരിക്കുന്നത്. ഭീമാപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലാണ് പരാതി ഉയർന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ആഷിഖ് ആണ് ചേരുന്നത്. ആഷിഖ്, ആരാണ് ഇത്തരത്തിൽ ഒരു പരാതി ഉയർത്തിയിരിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? അഷിതോ, നമുക്ക് ഇത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഭീമാപ്പള്ളിക്ക് സമീപമുള്ള ഭീമാപ്പള്ളി PS ഗവൺമെന്റ് UP സ്കൂളിലാണ്. ഇവിടെയാണ് ഒരു ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്തെന്നൊരു പരാതി ഉയർന്നിട്ടുള്ളത്. ഇവിടെയുള്ള ഒരു വ്യക്തിയുടെ ഭാര്യയുടെ വോട്ടാണ് അത്. അവരുടെ വൈഫ് ഇപ്പോൾ നിലവിൽ അവിടെ ഇത് വോട്ടിന്റെ കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് അവരോട് ഇത്തരത്തിൽ വോട്ട് നഷ്ടമായെന്നൊരു കാര്യം അറിയിച്ചിട്ടുള്ളത്. ഇവർ ചേരുന്നുണ്ട്. എന്താണ് പരാതി ഉയരുന്നത്? അവരെ വോട്ട് ചെയ്തെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അല്ല, അവരുടെ വോട്ട് ആരോ ചെയ്തിരിക്കുന്നു എന്ന പരാതിയാണ് വന്നത്. അപ്പോൾ അവർ പുറത്തിറങ്ങി അവരെ വോട്ട് ചെയ്യാൻ വിട്ടില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്ത് കയറുമ്പോൾ എൻ്റെ കസിൻ സിസ്റ്റർ എന്നെ വിളിച്ചു. എൻ്റെ വോട്ട് ആരോ ചെയ്തു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആരോ ചെയ്തിരിക്കുന്നത് എന്നെ വോട്ട് ചെയ്യാൻ വിടുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും കൂടെ അവരോട് പോയപ്പോഴാണ് ടെൻഡർ വോട്ട് ചെയ്യുക എന്നുള്ളൊരു മാനദണ്ഡത്തിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് UDFന്റെ ഇന്നേജന്റ് ആയിരിക്കുന്ന ആളുടെ സിസ്റ്റർ, സ്വന്തം സഹോദരി, അമ്മ പ്രസവിച്ച അച്ഛൻ്റെ മകൾ തന്നെയാണ് കള്ള വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങയുടെ സഹോദരി ഏത് ബൂത്തിലാണ് വോട്ടെന്ന് അങ്ങേക്കറിയാം. അപ്പം അങ്ങയും കൂടെ ചേർന്നുകൊണ്ട് ചെയ്ത കള്ളവോട്ടാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വ്യാപകമായ പരാതി. UDFകാരനായ ഇന്നേജന്റും കൂടെ ചേർന്ന് UDFകാർ നിരന്തരം ഇത്തരത്തിൽ വോട്ടുകൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഇത് ആദ്യമായിട്ടല്ല, പലവട്ടം ഇത്തരത്തിൽ ഇതേ വോട്ടുകൾ, ഈ ആളുടെ വോട്ട് പലവട്ടന്മാരൊക്കെ വന്ന് വോട്ട് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. ഷിജോ, ബൂത്ത് നമ്പർ 200-ൽ വോട്ട് ചെയ്യേണ്ട നസീമയുടെ വോട്ടാണ് നഷ്ടമായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡാണ് നിൽക്കുന്നത്. അവർ നിലവിൽ അവിടെ വോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. ഭാര്യയുടെ വോട്ട് നഷ്ടമായെന്ന് ഭാര്യ അറിയിച്ചോ? ഭാര്യ അറിയിച്ചു. എന്നെ വിളിച്ചാണ് ഇങ്ങോട്ട് വന്നത്. എന്താ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തായിരുന്നു? കഴിഞ്ഞ വിളിച്ച് വോട്ട് ഇതേപോലെ തന്നെ നഷ്ടമായി പോയി. ഈ വോട്ടിന് ഇതേപോലെ തന്നെ ചെയ്തില്ല. നിങ്ങൾ വോട്ട് ചെയ്തോ? ഞാൻ വോട്ട് ചെയ്തു. എനിക്ക് വോട്ട് ചെയ്തിട്ടാ വന്നത്. നിങ്ങൾ ഒരുമിച്ചായിരുന്നു വന്നിരുന്നത്? ഒരുമിച്ച് ഞാൻ ഇവിടെ ഇടാക്കിട്ട് അങ്ങോട്ട് പോയി. എന്താ ഉദ്യോഗസ്ഥർ പറയുന്നത്? എന്താണ് വേറെ ആരെ വന്ന് ചെയ്തോ? എന്താ പറയുന്നുണ്ടോ? വേറെ പെണ്ണെ പറഞ്ഞ് ചെയ്തിട്ട് പോയി. നസീമാന്ന് ഒരു പെണ്ണ് അയച്ചിട്ട് പോയെന്നാണ് പറയുന്നത്. എന്താ ഇനി അവരെന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞോ? എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യുന്നുണ്ട്, ചെയ്തോണ്ടിരിക്കുന്നു. ഇവിടെ എങ്ങനെയാണ്? വ്യാപകമായ പരാതി ഉണ്ടോ അതോ ഈ ഒരു വോട്ട് മാത്രമാണ്? ഇതല്ല, ഇത് കാലാകാലങ്ങളിൽ ഈ ഇവരുടെ UDFന്റെ പ്രത്യേകതയാണ് ഈ പ്രദേശങ്ങളിൽ പിന്നെ ഗുണ്ടായുസം കാണിക്കുക. ഇത്തരത്തിൽ നിങ്ങളിവിടെ കണ്ടല്ലോ, ഒരു ബൈറ്റ് തരാൻ ചോദിച്ചാൽ നിങ്ങളോട് നമ്മൾ വർത്തമാനം പറയുന്നതിനിടയിൽ അവർ ബഹളം ഉണ്ടാക്കുന്നു, അടിയുണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ലക്ഷ്യം മനസ്സിലായില്ല. ഇവിടെ കലാപം ഉണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള ഒരു നിരന്തരമായ പരാതിയാണ്. ഈ തരത്തിലാണ് സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഷിജോ, വലിയ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇവിടെ വലിയ രീതിയിൽ ഇപ്പോൾ LDFന്റെയും UDFന്റെയും അടക്കം വലിയ ശക്തമായ മത്സരം നടക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ പരാതി. ഇത്തരത്തിൽ നേരത്തെ തന്നെ ഈ നസീമയുടെ പേരിൽ വേറൊരാൾ വന്ന് വോട്ട് ചെയ്തു എന്നുള്ളത്, അതും കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ ഇവിടെ വോട്ട് ചെയ്തു. ഇത്തവണ വീണ്ടും അവരുടെ വോട്ട് മറ്റാരോ വന്ന് ചെയ്തു എന്നുള്ളതാണ് എന്തായാലും പരാതി ഉയർന്നിട്ടുള്ളത്. നസീമ നിലവിൽ അവിടെ ഇത്തരത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർ അവരുടെ കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. എങ്ങനെയാണ് ഈ വോട്ട് നഷ്ടമായതെന്ന കാര്യമടക്കം പരിശോധിച്ച് വരികയാണ്. എന്തായാലും അല്പസമയം മുമ്പ് ഇത്തരത്തിൽ സംസാരിക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ LDF UDF തമ്മിൽ പ്രവർത്തകരും ചില വാക്കുതർക്കം ഉണ്ടായിരുന്നു. ഇതൊരു പ്രശ്നസാധ്യതയുള്ള ബൂത്ത് കൂടിയാണ്. അതിനാൽ തന്നെ വലിയ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഇവിടെ നിന്നുകൊണ്ട് എന്തായാലും കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഈ നിലവിൽ ഈ പരാതി പരിശോധിച്ച് വരികയാണ്. ശേഷം മറ്റ് നടപടിയെടുക്കുമെന്നാണ് ഉദ്യോഗസ്ഥർക്ക് അറിയിച്ചതായിട്ട് ഇവർ പറയുന്നത്. എന്തായാലും വോട്ട് മറ്റാരോ ചെയ്തു എന്നുള്ള കാര്യം എന്തായാലും ഇലക്ഷൻ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചതായി ഇവർ പറയുന്നുണ്ട്. ഷിജോ.